Is financial burden controlling you, or are you controlling your money? Take control and watch your wealth grow. സാമ്പത്തിക ബാധ്യത നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ പണത്തെയാണോ നിയന്ത്രിക്കുന്നത്? ഒരു സത്യം പറയട്ടെ, കേരളത്തിൽ ശമ്പളം കിട്ടുന്ന 100 പേരിൽ 70 പേർ മാസത്തിന്റെ അവസാനം വരെ പണമില്ലാതെ കഷ്ടപ്പെടുന്നു. അവർ ദരിദ്രരാണോ? അല്ല. അവർക്ക് വരുമാനമില്ലാത്തതിനാലോ? അല്ല. അവർക്ക് വ്യക്തമായ സാമ്പത്തിക പദ്ധതി ഇല്ലാത്തതിനാലാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സാമ്പത്തിക ബാധ്യതയുടെ ചക്രത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ്. ഒരു സാധാരണ സർക്കാർ ജോലിക്കാരൻ ശമ്പളം 50,000 രൂപയാണ് എന്നുദ്ദേശിക്കുക. ലോൺ EMI 18,000 രൂപ, ക്രെഡിറ്റ് കാർഡ് 8,000 രൂപ, വാടക മറ്റു വീട്ടു ചെലവുകൾ 25,000 രൂപ. മാസം തുടങ്ങും മുമ്പേ തന്നെ അക്കൗണ്ട് നെഗറ്റീവ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം നല്ല ജീവിതം. പക്ഷേ അകത്ത് ഉറക്കം ഇല്ല. സമ്മർദ്ദം, കുടുംബ തർക്കങ്ങൾ, കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകൾ. കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് രോഗങ്ങൾ എന്തെങ്കിലും വന്നാൽ, വിദ്യാഭ്യാസ ചിലവുകൾ. ചിന്തിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്തു ചെയ്യും? വീണ്ടും ലോൺ എടുക്കണമോ? ഇത് പണത്തിന്റെ കുറവല്ല, ഇത് നിയന്ത്രണത്തിന്റെ കുറവാണ്. നമ്മൾ സാമ്പത്തികാസൂത്രണത്തെപ്പറ്റി ഒരു ക്ലാസ്സിലും പ്രായോഗികമായി പഠിച്ചിട്ടില്ല. പണം എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ സംരക്ഷിക്കണം, എങ്ങനെ നിക്ഷേപിക്കണം, എങ്ങനെയില്ല അല്ലെങ്കിൽ അല്ല എന്ന് പറയണം. എന്നാൽ നമ്മൾ പഠിച്ചത് കൂടുതൽ സമ്പാദിക്കുക, കൂടുതൽ ചെലവഴിക്കുക, കൂടുതൽ ഉണ്ടെന്ന് കാണിക്കുക. ഞാനിനി ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് നിങ്ങൾ ജോലി നിർത്തിയാൽ നിങ്ങളുടെ വീട്ടുചെലവിനുള്ള തുക എത്ര നാളിലേക്കുണ്ടാകും? 1 മാസം, 2 മാസം, അല്ലെങ്കിൽ ഇനി ഒന്നുമില്ല? ഇതാണ് യഥാർത്ഥ സാമ്പത്തിക അവസ്ഥ. ഫിനാൻഷ്യൽ ഫ്രീഡം എന്നത് കോടീശ്വരനാകുന്നതുമല്ല, ഷോ കാണിക്കുന്നതുമല്ല. അതെന്താണെന്നറിയാമോ? കടമില്ലാത്തതും മറ്റ് സാമ്പത്തിക ബാധ്യതകൾ ഇല്ലാത്തതുമായ ഒരു ജീവിതം, സമ്മർദ്ദമില്ലാത്ത കുടുംബജീവിതം, ആത്മവിശ്വാസം, പിന്നെ നന്നായി ഉറങ്ങുന്നതുമാണ്. ആദ്യമായി എല്ലാ ചെലവുകളും എഴുതിവെക്കുക. കുറഞ്ഞത് 6 മാസത്തെ ചെലവ് കണക്കാക്കി അത്യാവശ്യ ഫണ്ട് സ്വരൂപിക്കുക. കൂടുതൽ പലിശയുള്ള ലോണുകൾ ആദ്യം അടച്ചു തീർക്കാൻ ശ്രമിക്കുക. വരുമാനം വർദ്ധിപ്പിക്കാൻ പുതിയ കഴിവുകൾ പഠിക്കുക. നിങ്ങളുടെ ശമ്പളം ചെറിയതാകാം, പക്ഷേ നിങ്ങളുടെ ശീലങ്ങൾ വലുതായിരിക്കണം. സാമ്പത്തിക അച്ചടക്കമില്ലെങ്കിൽ ശമ്പള വർധനവ് പോലും നിങ്ങളെ സഹായിക്കില്ല. നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ഏത് പാഠമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്? കടമെടുത്ത് സാമ്പത്തിക ഭാരത്തോടെ ജീവിക്കുക, അല്ലെങ്കിൽ സാമ്പത്തിക നിയന്ത്രണത്തോടെ ബാധ്യതകളില്ലാതെ ചെലവ് ചുരുക്കി ജീവിക്കുക? ഒരു ചെറിയ തീരുമാനമെടുക്കൂ. 1000 രൂപയായാലും പിന്നീടേക്ക് നീക്കിവെക്കുവാൻ തുടങ്ങൂ. കാരണം സാമ്പത്തിക സ്വാതന്ത്ര്യം ഒരു ദിവസം ഉണ്ടാകുന്ന ഒന്നല്ല, മറിച്ച് അത് നമ്മൾ ഓരോ ദിവസവും എടുത്ത ചെറിയ തീരുമാനങ്ങളുടെ ഫലമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ അമർത്തൂ, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ താങ്കളുടെ പരിചയത്തിൽ സാമ്പത്തിക സമ്മർദ്ദത്തിലുള്ള ഒരാളുമായി ഇത് ഷെയർ ചെയ്യൂ. ഒരുപക്ഷെ നിങ്ങളെപ്പോലെ അവർക്കും ഉപകാരപ്പെട്ടേക്കാം. കാരണം പണം ഒരു ഉപകരണം മാത്രമാണ്. അതിനെ ശരിയായി ഉപയോഗിച്ചാൽ അത് നമുക്ക് സ്വാതന്ത്ര്യം നൽകും. തെറ്റായി ഉപയോഗിച്ചാൽ അത് അടിമത്തം നൽകും.